ഒരു കപ്പ് കടലപ്പരിപ്പ് നന്നായിട്ട് കഴുകിയതിന് ശേഷം 1 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർക്കാൻ വെക്കണം. അങ്ങനെ 1 മണിക്കൂറിന് ശേഷം വെള്ളമെല്ലാം ഡ്രെയിൻ ചെയ്ത് കളഞ്ഞതിന് ശേഷം ഒരു കുക്കറിലോട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ കൃത്യം 2.5 കപ്പ്, നമ്മൾ ഏത് കപ്പിലാണോ മെഷർ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ കടലപ്പരിപ്പ്, അതേ കപ്പിൽ 2.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി പോരുത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ കുക്കർ മൂടി വയ്ക്കാം. വിസിലിട്ടിട്ട് ഹൈ ഫ്ലെയിമിൽ 2 വിസിലും മീഡിയം ടു മീഡിയം ഹൈ ഫ്ലെയിമിൽ 2 വിസിലും കൂടെ വെച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ പ്രഷർ തന്നെ റിലീസാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. നമ്മളായിട്ട് പൊക്കരുത്. അതിനുശേഷം നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പം ഇത് കണ്ട ഒരുപാട് അങ്ങോട്ട് വെന്ത് കുഴഞ്ഞു പോയിട്ടില്ല, എന്നാൽ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. കൈകൊണ്ട് ഇതുപോലെ ചെയ്യുമ്പം നന്നായിട്ട് പൊടിഞ്ഞൊടിഞ്ഞ് വരുന്നുണ്ട്. ഇതാണ് നമുക്ക് വേണ്ടത്. കല്ല് പോലെ ഇരിക്കാൻ പാടില്ല. അതിനുശേഷം നമുക്ക് ഒരു അരിപ്പയിൽ കൂടെ ഇതിനെ ഒന്ന് ഡ്രെയിൻ ചെയ്തിട്ട് ഇതിലത്തെ വെള്ളമെല്ലാം കളയണം. ഇതൊന്ന് തണുത്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നമുക്കിതിനെ നന്നായിട്ട് പേസ്റ്റ് പരുവം അരച്ചെടുക്കണം. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇങ്ങനെ കടലപ്പരിപ്പ് അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ നിൽക്കരുത്. എല്ലാം തന്നെ നന്നായിട്ട് പേസ്റ്റ് പരുവം അരച്ചെടുക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ബോളി പരത്തിയെടുക്കാൻ എളുപ്പമാവാം. അപ്പോൾ ഇത് എല്ലാം കൂടി ഒരുമിച്ചിട്ട് അരയ്ക്കാണ്ട് ചെറിയ ചെറിയ ബാച്ചായിട്ട്, ഇപ്പോൾ ഇത് 1 കപ്പ് കടലപ്പരിപ്പ് ആയതുകൊണ്ട് തന്നെ 4 പ്രാവശ്യമായിട്ട് ഇത് അരച്ചെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. മിക്സിയുടെ ചെറിയ ജാറിലോട്ട് 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നല്ല കട്ട മധുരം വേണമെങ്കിൽ 1 കപ്പ് പഞ്ചസാര വരെ നമുക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ 3-4 ഏലക്കയുടെ ഉള്ളിലത്തെ കറുത്ത കുരു മാത്രം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പഞ്ചസാരയും ഈ ഏലക്കക്കുരുവും കൂടെ നന്നായിട്ട് പൊടിച്ചെടുക്കണം. വളരെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുള്ള കടലപ്പരിപ്പ് ഒരു സോസ് പാനിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കണം. പൊടിച്ചു വെച്ചിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതിനെ ഇളക്കിയെടുക്കാം. ഈ ചൂട് തട്ടി ഈ ഷുഗർ എല്ലാം മെൽറ്റായി തുടങ്ങുമ്പം ഇത് കുറച്ചൊരു ലിക്വിഡ് പോലെ വരും, കുറച്ച് ലൂസായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അത് കുറച്ച് കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ അത് ഇതുപോലെ കട്ടിയായിട്ട് വരാൻ തുടങ്ങും. അങ്ങനെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഇതുപോലെ സൈഡിൽ നിന്നൊക്കെ വിട്ട് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിനെ മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി ഇതിനെ തണുക്കാനാക്കി മാറ്റി വയ്ക്കാം. മറ്റൊരു ബൗളിലോട്ട് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കണം. ബോളിക്ക് നല്ല മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലും ചേർത്ത് കൊടുക്കണം. 2 നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. കുറേശ്ശെ കുടിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതിനെ നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആയിട്ട് കുഴച്ചെടുക്കണം. ഇനി നമ്മൾ പൂരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ചൊരു ടൈറ്റ് ഡോ ആയിട്ടാണ് നമ്മൾ സാധാരണ എടുക്കുന്നത്. അപ്പോൾ അത്രയും ടൈറ്റ് ആക്കേണ്ട, കുറച്ചൊരു സ്റ്റിക്കിനെസ് വേണം. എന്നാലാണ് നമുക്ക് നമ്മുടെ ബോളിക്ക് നല്ല സോഫ്റ്റ്നെസ് കിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ വെള്ളം എത്ര ഒഴിക്കണമെന്നുള്ളത് പ്രത്യേകിച്ച് ഒരു കണക്ക് ഞാൻ പറയുന്നില്ല. കാരണം ഓരോ മൈദയ്ക്ക് അനുസരിച്ചും വെള്ളത്തിന് കുറച്ച് ചെറിയ രീതിയിൽ വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഒറ്റയടിക്ക് ഒരുപാട് വെള്ളം ഒഴിക്കാണ്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തത് ഇതുപോലെ നല്ല കറക്റ്റ് സോഫ്റ്റ് പരിവാക്കി കുഴച്ചെടുക്കണം. ഇനി നമുക്ക് ഈ ഒരു മാവ് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഫ്ലാറ്റ് ആക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ട് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഈ മാവ് നല്ലെണ്ണയിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. പക്ഷെ കുഴപ്പമില്ല കേട്ടോ, നിങ്ങൾ ഇത് പരത്തുന്ന സമയമാകുമ്പോഴേക്കും ഇതിലത്തെ ഈ നല്ലെണ്ണ എല്ലാം നമുക്ക് ഡ്രെയിൻ ചെയ്ത് മാറ്റാം. അതുകൊണ്ട് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇതുപോലെ നിങ്ങൾ ഈ മാവ് നല്ലെണ്ണയിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ തന്നെ ഒഴിച്ചു വെക്കണം. ഇതിനെ ഒരു 2 മണിക്കൂർ മിനിമം മൂടി വെക്കണം. 2 മണിക്കൂർ 2.5 മണിക്കൂറായാലും ഒരു കുഴപ്പമില്ല. എന്നാൽ മാത്രമാണ് നമ്മുടെ ഈ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. നമുക്ക് നല്ല ഈസി ആയിട്ട് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് ഇങ്ങനെ പരത്തെടുക്കാനൊക്കെ ഹെൽപ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. നല്ലെണ്ണ തന്നെ ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇതിപ്പോൾ ഏകദേശം 2-2.5 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കിതിലത്തെ നല്ലെണ്ണയെ മറ്റൊരു ഗ്ലാസ്സിലോട്ട് മാറ്റാം. ഈ മാവ് വളരെയധികം സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പരത്തെടുക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ നമ്മുടെ കടലപ്പരിപ്പിൻ്റെ മിക്സിയോട്ട് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നേരിയൊരു ചൂടുണ്ട്. അപ്പോൾ നേരിയ ചൂടിൽ തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇതിനെ നമുക്ക് ഒരു 8 ഉരുളകളാക്കി മാറ്റാം. അപ്പോൾ കണ്ടില്ലേ, വളരെ സോഫ്റ്റായിട്ട് നമ്മുടെ മാവും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ 8 പോർഷൻസ് ആക്കി മാറ്റി വയ്ക്കാം. ഒരു പോർഷൻ മാവ് എടുക്കുക, കുറച്ച് നല്ലെണ്ണ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലോട്ട് ഒരു ഉരുള നമ്മുടെ കടലപ്പരിപ്പിൻ്റെ ഉരുള വെച്ച് കൊടുക്കാം. എന്നിട്ട് സൈഡിൽ നിന്നൊക്കെ ഇതുപോലെ പതുക്കെ ഇതുപോലെ അങ്ങോട്ട് സ്ട്രെച്ച് ചെയ്ത് എടുക്കണം. എല്ലാ ഭാഗത്തു നിന്നും ഇതുപോലെ സ്ട്രെച്ച് ചെയ്തെടുക്കണം. അങ്ങനെ എടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ എക്സസ് വരുന്നത് മാത്രം മുറിച്ച് മാറ്റാം. എന്നിട്ട് നമുക്കിതിനെ നമ്മുടെ ചപ്പാത്തി പലകയിലിട്ടിട്ട് നമുക്കിതിനെ പരത്തിയെടുക്കുമ്പോൾ നമ്മൾ മൈദയല്ല ഉപയോഗിക്കേണ്ടത്. മൈദ ഉപയോഗിക്കുമ്പോൾ നമുക്കത് വല്ലാണ്ട് അങ്ങോട്ട് കട്ട് ചെയ്യും, ഒരു ടേസ്റ്റും കാണില്ല. അതുകൊണ്ട് നമ്മുടെ അരിപ്പൊടിയാണ് ഉപയോഗിക്കേണ്ടത്. സാധാരണ വറുത്ത അരിപ്പൊടി ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. അതും ഒരുപാട് വേണ്ട, വളരെ കുറച്ച് മാത്രം ഉപയോഗിച്ചാൽ മതി. അതിട്ടിട്ട് നമുക്ക് ഏറ്റവും നൈസായിട്ട് വളരെ തിന്നായിട്ട് നമുക്ക് പരത്തെടുക്കാൻ പറ്റും. അത്രയും തിന്നായിട്ട് പരത്തെടുക്കുക, അപ്പോഴായിരിക്കും ഏറ്റവും സോഫ്റ്റായിട്ട് കിട്ടുക.
അങ്ങനെ പരത്തെടുത്തതിന് ശേഷം നമ്മളിതിനെ അങ്ങോട്ട് മാറ്റി വയ്ക്കരുത്. അപ്പം തന്നെ നമ്മളിതിനെ ചുട്ടെടുക്കണം, അല്ലെങ്കിൽ ഭയങ്കര ഇങ്ങനെ ഡ്രൈ ഔട്ട് ആയി പോകും, പിന്നെ നമുക്ക് അത്ര ടേസ്റ്റ് കാണില്ല. അപ്പോൾ ചൂടായ കല്ലിലിട്ടിട്ട് നമുക്ക് അപ്പം തന്നെ ഇതിനെ ചുട്ടെടുക്കാം. നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ ചുടുന്ന അത്രയും നേരം ഇതിനെ ചുട്ടെടുക്കേണ്ട കാര്യമില്ല, കാരണം ഇതിൽ വളരെ തിൻ ലെയർ ആയിട്ടുള്ള മാവാണുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തത് കടലപ്പരിപ്പാണെങ്കിൽ നമ്മൾ നേരത്തെ വേവിച്ചതാണ്. അപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും. ചെറിയ ബ്രൗൺ സ്പോട്ട്സ് കാണും, അതിൻ്റെ അർത്ഥം ഇത് റെഡി ആയിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ വീർത്ത് വരും. ഏറ്റവും അവസാനം ആകുമ്പോഴേക്കും നമുക്ക് കുറച്ചൊന്ന് നെയ്യൊക്കെ ഇട്ട് കൊടുക്കുക, നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, വളരെയധികം സോഫ്റ്റ് ആയിട്ടുള്ളതും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബോളിയാണ് ഇവിടെ റെഡി ആയിട്ടുള്ളത്. ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് ഞാൻ ഇന്ന് സെർവ് ചെയ്യുന്നത് പാലട പായസമാണ്. ഈ പാലട പായസത്തിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് കണ്ടിട്ടുള്ളതും ഒരുപാട് ഇഷ്ടമുള്ളൊരു റെസിപ്പിയാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് തൊടുമ്പോൾ തന്നെ ഈ ബോളി ഇങ്ങനെ പൊടിഞ്ഞ് വരും. നല്ലൊരു ബോളി ഇങ്ങനെ ആയിരിക്കണം, വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ റെസിപ്പീസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് കാണണമെങ്കിൽ താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.